ആൻഡ് ഫ്ലവേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന നീർദോശ. ഞാനിവിടെ ഒരു കപ്പ് അരി കുതിർത്തത്, പച്ചരി കുതിർത്തത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഈ കപ്പിനാണ്. നമ്മളിവിടെ നിന്ന് ഗസ്റ്റ് ഉള്ളത് കൊണ്ട് കുറച്ച് ഏറെ എടുത്തു. പിന്നെ അതിന് ഒരു കപ്പ് തേങ്ങ. ഇത്ര ഇതിനകത്ത് അരിയോന്ന് അറിയില്ല, കുറച്ച് മാറ്റിയിട്ടായിരിക്കണം. ഞാൻ കാണിക്കാനായിട്ട് ഇതിനകത്ത് എടുത്തിട്ടെന്നേ ഉള്ളൂ. പാകത്തിന് പിന്നെ അത് അരിയാൻ പാകത്തിനുള്ള വെള്ളം എടുക്കണം. കുറച്ച് വെള്ളം മതി. നല്ലതായിട്ട് അരിഞ്ഞ് ഒരരക്ക് വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് അരിക്കണം. പച്ചരി കുതിർത്തതും തേങ്ങയും കൂടെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല വെള്ളം പോലെ അരിയണം. നല്ല തിളച്ച വെള്ളം ഒഴിക്കണം. തിളച്ച വെള്ളം ഒരു കപ്പ് എന്ന് പറയുക അളവൊന്നും വേണ്ട. നമുക്ക് ആവശ്യമുള്ളത് അതിങ്ങനെ ലൂസാകുന്ന പച്ചവെള്ളം പോലെ ഇരിക്കണം. അത്രയേ ഉള്ളൂ. ദോശമാവിൻ്റെ ഒന്നും അല്ല, അത് ഈ അപ്പമാവിൻ്റെ അല്ല. എന്നാലും നല്ല പച്ച വെള്ളം പോലെ ഇരിക്കണം. ഇച്ചിരൂടെ നമുക്ക് വെള്ളം ഒഴിക്കാം. തിളച്ച വെള്ളം വേണം, കുറച്ചുകൂടി ഒഴിക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി. ഇതിനകത്തൊന്നുമില്ല. പച്ചരി ഒരു കപ്പ് കുതിർത്തത്, അത് പിന്നെ ഒരു മുറി തേങ്ങ ഒരു മുറി വേണമെന്നില്ല, കുറച്ച് തേങ്ങ. പിന്നെ നല്ല മിക്സിയിൽ അരച്ച് നല്ലതുപോലെ അരയണം. അരച്ച് ഇങ്ങനെ വെള്ളം പോലെ എടുക്കണം. ഉണ്ടോ, വെള്ളം പോലെ. പിന്നെ ഉപ്പും. ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ചേരുവ. എത്രയെണ്ണാണോ? 1, 2, 3 ചേരുവ അല്ലേ. ഈ അരിയുടെ കൂടെ ഒരു 2 സ്പൂൺ ചോറുകൂടെ അരച്ചാൽ നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടും. നമുക്ക് ദോശക്കല്ല് വെച്ച് ഇനി ഉണ്ടാക്കാം. ഇന്നൊരു ഇതാണ് കേട്ടോ, വട്ടത്തിൽ ഇങ്ങനെ കവർ ചെയ്ത് വയ്ക്കുന്നത്. ഉണ്ടോ, ഇതാണ്. എന്നിട്ട് മൂടി വെക്കണം. മൂടി വെച്ച് വേണം എപ്പോഴും. ഇതുപോലെ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ തവ വേണമെന്നൊന്നുമില്ല. നമ്മുടെ ദോശക്കല്ലോ എന്തെങ്കിലും ഒരു സാധനം ഇത് മതി. സാധാരണ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന കലത്തിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നല്ലതായിട്ട് എണ്ണ തേച്ച് എടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഇതാണ്. ഒരു ഗസ്റ്റ് വന്നിരിക്കുകയാണെങ്കിലും നമുക്കിപ്പോൾ അരിയുണ്ട്, തേങ്ങയുണ്ട്, അന്നേരം എളുപ്പം ഇച്ചിരി ഉപ്പ് ഇട്ട്. ഈ നെയ്യൊന്നും വേണ്ട കേട്ടോ, നെയ്യ് വേണ്ട. ഇനി ഞാൻ ചുമ്മാ ഒരു ഇതിന് കാണിക്കാൻ വേണ്ടി മാത്രം. ഈ എണ്ണയൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തവർക്കൊന്നും വേണ്ട, നെയ്യൊന്നും ചേർക്കണ്ട. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എന്ത് കറിയും കൂട്ടി കഴിക്കാം. കോമ്പിനേഷൻ എന്ന് പറയുന്നത് മുട്ട റോസ്റ്റ്, പിന്നെ ബീഫ് കറി, ചിക്കൻ കറി, പിന്നെ കടലക്കറി, അങ്ങനെയുള്ളതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. നല്ല കട്ടൻ ചായ, നല്ല പുതിനയുടെ ഇലയൊക്കെ ഇട്ട് നല്ല കട്ടൻ ചായ ഇട്ട് കുടിക്കണം. നല്ല ഭയങ്കര ടേസ്റ്റാണ്. നല്ല ഇപ്പോൾ ഒന്നും പറയണ്ട. നിങ്ങളെല്ലാവരും ഒന്ന് നോക്കുക. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക, പിന്നെ എന്താണെന്നുണ്ടല്ലോ ഷെയർ ചെയ്യുക. ഓക്കെ, കണ്ടോ, ഇതാണ് നല്ല എങ്ങനെ ഇരിക്കുന്നു നോക്കി. ഇത് എണ്ണ ഒഴിക്കാത്ത എടുത്തതാണ്. ഇത് നെയ്യ് ഒഴിച്ചതാണ്. നെയ്യ് ഒഴിച്ചതാകുമ്പോൾ കാണാൻ നല്ല ഇതുണ്ട്, പക്ഷെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് എണ്ണ ഒഴിക്കാതെ, നെയ്യ് ഒഴിക്കാതെ എടുത്തതാണ്. ഉണ്ടാവും. ഇതെല്ലാവരും കഴിച്ച് നമുക്ക് ഇതിനുള്ള ഒരു താറാമുട്ട റോസ്റ്റ് കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും മുക്കി തിന്നാൻ.